പല സമയങ്ങളിലും നാം ചിന്തിക്കും, ഈ കഷ്ടപ്പാട്, ഈ പ്രതിസന്ധികൾ ഒരിക്കലും മാറത്തില്ല എന്ന്. ദൈവത്തിന്റെ വചനം പറയുന്നു, സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാമാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. വീപ്പിംഗ് മേ എൻഡ്യൂർ ഫോർ എ നൈറ്റ്, ബട്ട് ജോയ് കംസ് ഇൻ ദ മോർണിംഗ്. എപ്പോഴും നമ്മൾ ഓർത്തോണം, പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഒക്കെ വരുമ്പോഴും ഒരു പ്രഭാതം നമ്മുടെ മുമ്പിലുണ്ട്. സാധാരണയായി നമുക്കറിയാം, വചനം പറയുന്നു, ദൈവത്തിന്റെ ദയ രാവിലെ തോറും പുതിയതാണ് എന്ന് പറയുന്നു. എല്ലാ പ്രഭാതങ്ങളും പുതിയതാണ്. എത്ര വിഷമത്തോടും വേദനയോടും കിടന്നാലും ഒരു പ്രഭാതത്തിൽ എത്ര ഫ്രഷായിട്ട് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നത്. അതെ, ഓരോ പ്രഭാതങ്ങളും നല്ലതാണ്, ഓരോ പ്രഭാതങ്ങളും പുതിയതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നമ്മൾ കഷ്ടപ്പെട്ടു അധ്വാനിച്ചും ഒത്തിരി ബുദ്ധിമുട്ടിയൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ നമുക്കൊരു ഒരു ഒരു സന്തോഷം നൽകാൻ, നമ്മുടെ വേദനയെ, കഷ്ടപ്പാടിനെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉറപ്പ് എല്ലാ സമയത്തും ഉണ്ടാണ്. ഈ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കത്തില്ല, ഈ പ്രതിസന്ധികൾ നീണ്ടു നിൽക്കത്തില്ല. ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അന്ത്യമല്ല, ഇതിനപ്പുറത്ത് ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് കർത്താവിൽ പ്രസിദ്ധനായ റവറൻ സാജനച്ചന്റെ ഒരു പാട്ടുണ്ട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ജീവിതത്തിലെ മഴയും പ്രതിസന്ധിയും കാറ്റും എല്ലാം അടങ്ങും, ശാന്തമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയണം, പേടിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. ഇന്നത്തെ പ്രശ്നങ്ങൾ, ഇന്നത്തെ പ്രതിസന്ധികൾ വഴിമാറും. രോഗാവസ്ഥയില രോഗങ്ങൾ വഴിമാറും. കർത്താവ് നമുക്ക് നല്ല ഒരു പ്രതീക്ഷാജനകമായ ദിവസങ്ങൾ നമുക്ക് നൽകിത്തരും. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കും, ഇനി നിങ്ങൾ കരയേണ്ട. അങ്ങനെയുള്ള വാക്തത്വങ്ങൾ ദൈവം നമുക്ക് തരും. ഇപ്പൊ പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിലും ആയിരിക്കുന്നവർ എല്ലാം കഴിഞ്ഞെന്നും തീർന്നെന്നും ഇനി ജീവിക്കാൻ പ്രതീക്ഷയില്ലെന്നും പറയേണ്ട. ദൈവം നിങ്ങൾക്ക് സന്തോഷം തരും. സന്തോഷത്തിന്റെ ഒരു പ്രഭാതം നിങ്ങളുടെ മുൻപിൽ ഉദിച്ചു വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയണം, ഞാൻ നിരാശപ്പെടുന്നില്ല, ദൈവം എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല, അതുകൊണ്ട് ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല. അപ്പൊ നമുക്ക് പ്രത്യാശയുടെ വചനം എല്ലാ സമയത്തും നമ്മളോട് തന്നെ പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നമ്മളെ തന്നെ എൻകറേജ് ചെയ്യണം. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്തേക്ക് കയറുമ്പോൾ വചനം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, എൻകറേജ് ചെയ്യണം. നമ്മുടെ അകത്തുള്ള ജഡമനുഷ്യൻ നമ്മളെ എൻകറേജ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ജഡമനുഷ്യൻ പ്രശ്നങ്ങളും പ്രതിസന്ധി വരുമ്പോൾ പറയും, തീർന്നു, ഇനി ജീവിക്കണ്ട, മരിച്ചാൽ മതി. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് ജീവൻ തരുന്നതാണ്. അത് നമുക്ക് നിത്യതയോളം നമ്മെ കരം പിടിച്ച് നടത്തുന്നു. വചനം പറയുകയാണ്, കർത്താവ് നമുക്ക് ജീവൻ തരാൻ, സമൃദ്ധിയായ ജീവൻ തരാനാണ് വന്നത്. അതെ, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ വേണ്ട, തകർന്നുപോയി, പരാജയപ്പെട്ടു പോയി, രോഗിയായി പോയി, ഇനിയും പ്രതീക്ഷയില്ലെന്നുള്ള വാക്കുകൾ വേണ്ട. ധൈര്യത്തോടെ പറയണം, ഈ പ്രശ്നവും നീങ്ങിപ്പോകും, ഈ പ്രതിസന്ധിയും മാറിപ്പോകും. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എന്റെ കരം പിടിച്ച് അക്കരെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. മുൻപിൽ കാണുന്ന ചെങ്കടലിനെ തൂവർനിലമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ്. അതെ, ദൈവം നിങ്ങളുടെ കരം പിടിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ വഴിമാറും, പ്രതിസന്ധികൾ വഴിമാറും. ഈ ഒരു ധൈര്യത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിലൊന്ന് ഇറങ്ങട്ടെ. അത് നിങ്ങൾക്ക് ബലം പകരും. കർത്താവ് പറയുന്നൊരു വചനമാണ്. അതുകൊണ്ട് തന്നെ ഈ വചനമാണ് നിങ്ങളോടൊപ്പം ഉണ്ടാക്കേണ്ടത്. കണ്ണുനീരോടെ വിതച്ചോ, ആർപ്പിന്റെ ഒരു ദിവസമുണ്ട്. ആർപ്പോടെ കൊയ്യാൻ ദൈവം നിങ്ങൾക്ക് മുൻപിൽ അനുഗ്രഹം നൽകും, നന്മ നൽകും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞ് അത് മടക്കി ലഭിക്കും. ദൈവം അത് തിരികെ തരും. പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ ഉണ്ടാവും. നിരാശപ്പെടാതെ ധൈര്യത്തോടെ അനുദിനം പറയുക, കർത്താവ് കൂടെയുണ്ട്, പ്രതീക്ഷകളുണ്ട്. ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ, പ്രത്യാശ തരട്ടെ, ബലം തരട്ടെ. ഗോഡ് ബ്ലസ് യു.